ലാലേട്ട കേക്കാവോ? എനിക്ക് ഓഡിയോ ഇല്ലല്ലോ. ഓഡിയോ അല്ലേ? ഇപ്പൊ കേക്കാം. ഓക്കെ. ലാലേട്ട സോറി, എനിക്ക് ഫസ്റ്റ് ആ ഷോയ്ക്ക് വരാൻ പറ്റിയില്ല. എന്റെ എനിക്കറിയാം. ഹൗ ആർ യു? എങ്ങനെയുണ്ട്? ഹൗ ഇസ് യുവർ ബാക്ക്? കുഴപ്പമില്ല. ഞാൻ ഇത്ര നേരം ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെഡേ കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ പതുക്കെ ഒന്ന് എഴുന്നേറ്റിരുന്നു. എന്തായാലും വൈകിട്ടൊന്ന് വരണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. കൺഗ്രാചുലേഷൻസ് ജിത്തു. ഞാൻ സിനിമ കണ്ടു. ഞാൻ അഭിനയിച്ച സിനിമയാണ്. പക്ഷെ കാണുമ്പോഴാണല്ലോ അതിന്റെ ഇമ്പാക്ട് ആൻഡ് ദ ഹോൾ. തീർച്ചയായിട്ടും ലാലേട്ട, ഞാൻ ലാലേട്ടനോട് താങ്ക്സ് പറയാണ്. എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് മീ. താങ്ക് യു. ഹലോ, ഇതാരാണ്? അല്ല, അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്റെ, അതായത് ഈ സിനിമ കണ്ട ആൾക്കാരും എല്ലാവരും ഈ സിനിമ അത്രയും മനസ്സുകൊണ്ട് അത് എന്താ പറയണ്ട സ്വീകരിച്ചിരിക്കുന്നു. എനിക്കൊരു ഏറ്റവും നല്ലൊരു ബർത്ത്ഡേ പ്രസന്റ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു. അതിന് ജിത്തുവിന്റെ അടുത്ത് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ സാർ. കടപ്പാട് അങ്ങോട്ടാണ് തീർച്ചയായിട്ടും. അതെ, സിനിമ സോ ഗുഡ്. നമ്മുടെ പെടപ്പ് കൊച്ചു എസ്തറല്ലേ? പെടപ്പ് എങ്ങനെയുണ്ട് കണ്ടിട്ട്? സിനിമ കണ്ടിട്ട് ഞാൻ നോക്കിയപ്പോ കരഞ്ഞു എന്റെ അടുത്ത് വന്നിരുന്ന്. ഗുഡ്. ഇല്ലില്ല, നമ്മുടെ ഡയറക്ടർക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങളൊക്കെ നമ്മള് താങ്ക് ചെയ്യാണ് ഇത്ര നല്ലൊരു സിനിമ നമുക്ക് തന്നതിന്. ഡെഫിനറ്റ്ലി യെസ്. ഞാൻ അങ്ങോട്ടല്ലേ താങ്ക്സ് പറയേണ്ടത്. എന്റെ കൂടെ അതുപോലെ സപ്പോർട്ടീവായിട്ട് നിന്നു. നമ്മൾ പിന്നെ ഇതൊരു കൂട്ടായ പ്രയത്നമല്ലേ. എല്ലാവരുടെയും ഒത്തിരി ഇതിന്റെ ടെക്നീഷ്യൻസ്, ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസ്, ഓഫ് കോഴ്സ് പ്രൊഡ്യൂസർ, അങ്ങനെ ഇറ്റ്സ് എ ടീം വർക്ക്. സോ ഇറ്റ്സ് എ സക്സസ് ഓഫ് ദ ടീം വർക്ക്. എന്താണ് എസ്റ്ററിന് എന്താ പറയാനുള്ളത് സിനിമ കണ്ടിട്ട്? അങ്കിൾ ഒത്തിരി സന്തോഷം. ഞാൻ അവസാനം ഇപ്പൊ എന്റെ കണ്ണ് നിറഞ്ഞു. പിന്നെ അങ്കിളിന്റെ ഫാൻസിന്റെ ഒക്കെ കൂടെ അല്ലേ കണ്ടതും. പിന്നെ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം വാച്ചിങ് ഇറ്റ് വിത്ത് യു ഓൾസോ. മീനാന്റി എല്ലാരും ഉണ്ടായിരുന്നില്ല, ജിത്തു അങ്കിൾ ഉണ്ടായിരുന്നില്ല, ഈ പറഞ്ഞ പോലെ അൻസിബ ചേച്ചി ഉണ്ടായിരുന്നില്ല. അതൊരു പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു. ഇറ്റ് വാസ് എ ഫസ്റ്റ് ടൈം. അപ്പൊ അതുകൊണ്ടും പിന്നെ എന്താ പറയാ, ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അപ്പം അത് ആ പ്രതീക്ഷകൾ മീറ്റ് ചെയ്തു, ഡെലിവർ ചെയ്തു എന്നുള്ളത് ഒരു ഭയങ്കര സന്തോഷമല്ല. അത് like you said, Jitu uncle has a big part in it. Lal uncle, Meenanti, എല്ലാരും ഉണ്ട്. So it was a great moment. എനിക്ക് അത്ര അല്ലല്ല, and moreover you should thank the audience for accepting. തീർച്ചയായിട്ടും. കാരണം ഇത് ഫസ്റ്റും സെക്കൻഡും പോലെ അല്ല, ഇത് തേർഡ് ടോട്ടലി വേറെ ഇതാന്ന് നമ്മൾ പറഞ്ഞപ്പോ അതിനെ മനസ്സിലാക്കി രണ്ട് കൈയ്യോട്ടും സ്വീകരിച്ച പ്രബുദ്ധരായ പ്രേക്ഷകരോടാണ് ഞാൻ ഏറ്റവും വലിയ കടപ്പാടും നന്ദി അറിയിക്കുന്നത്. മീന, എന്താണ്? അതെ, എനിക്കും ഇത് ഫസ്റ്റ് ടൈം ആണ്. ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഓൾ ലൈക്ക് എ സെലിബ്രേഷൻ. നിങ്ങളുടെ ഈ ബർത്ത്ഡേ സമയത്ത് വാച്ചിങ് ദൃശ്യം 3 നിങ്ങളോടൊപ്പം പിന്നെ ഓഡിയൻസോടൊപ്പം ചേർന്ന് കാണുന്നത് വളരെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ഓഡിയൻസ് റിയാക്ഷൻ വാസ് ഫെന്റാസ്റ്റിക്. എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. എന്തായാലും നമ്മള് ദൃശ്യം 3 എന്ന് പറയുമ്പോ എന്ത് നമ്മള് പ്രൊമോഷൻസിൽ പറഞ്ഞാലും
അവർക്ക് എന്തായാലും എക്സ്പെക്ടേഷൻസ് കൂടുതൽ ഉണ്ടാവല്ലേ. സോ അത് നമ്മൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമോ, അത് നമ്മൾ കൊടുത്തത് അവർ എങ്ങനെ സ്വീകരിക്കുന്നു, അതൊക്കെ കാണുമ്പോൾ അത് കുറച്ച് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഐ വാസ് സോ ഹാപ്പി ടുഡേ മോർണിംഗ് ആഫ്റ്റർ സീയിങ് ഓൾ ദി റിയാക്ഷൻസ് ഫ്രം ദ ഓഡിയൻസ്. വളരെ നന്നായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ആൻഡ് ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് Yes. പേര് they call me from എന്താണ് US അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ ഷോ ഇനിയും തുടങ്ങാൻ സാറ് പോവാണ്. സാർ ഇന്നലെ ഞാൻ കുമാർ മംഗത്ത് സാറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് 67 കൺട്രീസ്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദി സിനിമ പോലും അത്രയും സ്ഥലങ്ങളിൽ ചെയ്യാറില്ല എന്നാ പറഞ്ഞത്. സോ 67 കൺട്രീസിലുണ്ടെന്ന് പറഞ്ഞു. അതെ അതെ. ഇനി നമ്മുടെ ഒരു മകളും കൂടെ ഉള്ളത് വന്നിട്ടില്ലല്ലേ, അൻസിബ വന്നില്ല. ആൻഡ് മിസ്ഡ് യു ടുഡേ ജീതു ഇൻ ദ തിയേറ്റേഴ്സ്. എനിക്കും വരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായി പോയി. അതെ, ഞാൻ പറഞ്ഞു, ഞാൻ ജിത്തുവിനടുത്ത് പറഞ്ഞത് നന്നായി, ജിത്തുവിന് കണ്ണ് കിട്ടാതിരിക്കാൻ ദൈവം കൊടുത്ത. എന്തായാലും ക്രിയേറ്റഡ് എന്താ പറയുന്ന ഒരു വലിയ ലെഗസിയാണ് അല്ലെ, ഒരു ക്രിയേറ്റഡ് എ ഹിസ്റ്ററി. അതായത് സാധാരണ ഇത്തരം 1, 2, 3 എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര ഒരു എക്സ്പെക്ടേഷനും അവരുടെ അതിന്റെ മുകളിൽ വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. എല്ലാം ദൈവാനുഗ്രഹമല്ലോ കേട്ടോ, അത്രേ ഉള്ളൂ. അത് ആന്റണിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് കൊടുക്കണം. കാര്യം ആന്റണി വാസ് വെരി കീൻ അബൌട്ട് ദിസ് ഫിലിം. ആൻഡ് ആന്റണിയുടെ ഒരു എന്താ പറയണ്ട ഒരു കൺവിക്ഷനും ഒരു പ്രാർത്ഥനയും ഈ സിനിമയുടെ പുറകിലുണ്ട്. എല്ലാവരും വളരെ എന്നെ എത്രയും പുഷ് ചെയ്ത് എന്നെ എത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത് ആന്റണി. അദ്ദേഹം പറഞ്ഞ തുടക്കത്തിൽ അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. അൻസിബ എവിടെ പോയി? അൻസിബ ഇവിടെ ഇല്ലെന്ന് തോന്നല്ലേ, ഔട്ട് ഓഫ് കൺട്രി ആന്ന് തോന്നല്ലേ? ആണോ, എനിക്കറിയില്ല. ബട്ട് എനിവേ, ഏതായാലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടെ നമ്മുടെ ഓഡിയൻസിനോട് താങ്ക്സ് പറയാം. കാര്യം എന്നെ പല സ്ഥലത്തു നിന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ അവർക്കൊക്കെ അതിന്റെ ഒരു ഇമോഷണൽ പാർട്ട് എന്ന് പറയുന്നത് അവർക്കത് എന്താ പറയണ്ടേ. ഇപ്പൊ എന്റെ കൂടെ എന്റെ വൈഫൊക്കെ കണ്ടു, അവർക്കൊന്നും അറിയില്ല. ഞാനിപ്പോ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സിനിമയിൽ, ഇതൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പറയണെങ്ങനെ. ഞാൻ എവരിബഡി ഹാസ് ഡൺ. സിദ്ദീഖ് ആയാലും മുരളി ഗോപി ആയാലും ഒക്കെ ഡൺ സൂപ്പർ. പലരുടെ പേര് ഞാൻ പറയുന്നില്ല, കാര്യം സിനിമ കാണാൻ പോകുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് ഇപ്പോഴും സിനിമ റിലീസായാലും നമ്മുടെ ഇതിനൊരു സീക്രസി കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ. അല്ല, അതിനകത്ത് പ്രേക്ഷകരോടും അതിനകത്ത് പ്രേക്ഷകരോട് നന്ദി പറയണം. കാരണം ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോ അവരും വളരെ ഇതായിട്ട് അവരാ സ്പോയിലർ ഒന്നും അറിയിക്കാതെ അവരത് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഒരു നല്ല സിനിമ വരുമ്പോൾ അത് നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഒത്തിരി സ്ഥലത്ത് കണ്ടു. നിങ്ങൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, യു വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ എന്റെ അമ്മയ്ക്ക് പോലും പറഞ്ഞില്ല ഈ കഥ എന്താ, ക്യാരക്ടർ എന്താ, എങ്ങനെ ഇത് പോകുന്നത്. എന്റെ അമ്മക്ക് വളരെ വളരെ ടെൻഷനായിട്ട് പിന്നെ ലാലേട്ടനോട് തന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, അമ്മ മോള് പറയുന്നേ ഇല്ല, എന്താണിത്. ലാലേട്ടനും ഹി വാസ് ലൈക്ക് എന്തൊക്കെയോ ചെയ്തിട്ട് പിന്നെ ഇന്ന് റിലീസായിട്ട് ആക്ച്വലി ഐ ഹാവ് എ ഷോ ഇൻ ചെന്നൈ. അവിടെ എന്റെ ഫ്രണ്ട്സും ഫാമിലിക്കും ഒക്കെ ഒരു ഷോ ഇടണം പറഞ്ഞിട്ട് ഞാൻ എല്ലാം പോയിട്ട് സൺഡേ ഇടാന്ന് പറഞ്ഞു. പക്ഷെ അമ്മക്ക് ഷി വാസ് ലൈക്ക് സോ ഇൻടു എനിക്ക് ഇതുവരെ വെയിറ്റ് ചെയ്തിട്ട് ഇന്നും പറ്റില്ല, ഞാൻ പോകുന്നുണ്ട്, ഞാൻ 12 o'clock ഷോക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഷി വെന്റ് ഫോർ ദ ഷോ ആൻഡ് ഷി വാസ് സോ ഹാപ്പി. ഷി വാസ് സോ എക്സൈറ്റഡ്. എസ്റ്ററിന്റെ പേരൻസ് ഒക്കെ എന്താ അവര് കണ്ടിട്ട്? അവര് അമ്മയൊക്കെ ഈ പറഞ്ഞ പോലെ സീറ്റിൽ ഇങ്ങനെ ചാടുമായിരുന്നു. ഞാൻ നോക്കുമ്പോ അവരൊക്കെ അങ്ങനെ സിനിമ ആസ്വദിക്കുന്ന ആളുകളാണ്. അപ്പൊ ഫോർ ദം ഇറ്റ് വാസ് എ പെർഫെക്റ്റ് എന്താ പറയാ എക്സ്പീരിയൻസ്. എല്ലാ ഇമോഷൻസും ഫീൽ ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരുന്നു. സോ അതാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഒരിക്കൽ കൂടെ കാണാൻ സാധ്യതയുള്ള സിനിമയായിരിക്കും. 1-2 പ്രാവശ്യം ചില സിനിമ. എനിക്കിപ്പോ നോർമലി നമ്മൾ അഭിനയിച്ച സിനിമ എനിക്ക് ഒന്നുകൂടെ ആ സിനിമ കാണണമെന്നുണ്ട്. കാര്യം ഒരുപാട് മൊമെന്റ്സ് ഉള്ള സിനിമയാണ്. എന്താ പറയണ്ട, ഒരു ഇമോഷണൽ ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. സാധാരണ എപ്പോഴും ഇപ്പൊ നിങ്ങൾ പറയാറ് എല്ലാരും ഇത് ഒരു ത്രില്ലർ സ്വഭാവമുള്ള അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ദിസ് ഈസ് എ ഹൈലി ഇമോഷണൽ ഒരു ഡ്രാമയാണ്. അല്ലേ? ഇതിനകത്ത് എനിക്കിപ്പോ ഞാൻ സൈൻ ഓഫ് ചെയ്യാണ്. ആന്റണി പറയാറുണ്ട് ഭയങ്കര
ഹലോ Value you. അവരെല്ലാരും എന്തൊക്കെ അവിടേക്ക് ന്യൂസിലൻഡിൽ നിന്നൊക്കെ എന്നെ വിളിച്ചു, ഓ ന്യൂസിലൻഡിൽ നിന്നൊക്കെ എന്നെ വീഡിയോ കോൾ വിളിച്ചു, ഭയങ്കര എക്സൈറ്റ്മെന്റിൽ എന്നെ വിളിച്ചു. എന്നിട്ട് അവര് ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടെയൊക്കെ, അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആരാണ് പോണെന്ന് പറഞ്ഞേ? എസ്തറാ? Yeah, I'm going to the Anthony